ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ചിക്കൻ സ്പെഷ്യൽ റോളാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ കൂടി ചെയ്തു കൊടുക്കുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. സ്പെഷ്യൽ ചിക്കൻ റോൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു 4 പീസ് ബ്രെഡ്, 1 കപ്പ് പാലിൽ പൊതിർത്ത് വെച്ചിട്ടുണ്ട്. പൊതിർത്ത് വെച്ച് ഒരു 20 മിനിറ്റ് ശേഷമാണ് നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കൊരു ഫ്രൈ പാന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായതിനു ശേഷം അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിലൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ചെറുതായി അരിഞ്ഞ് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. മൂപ്പിച്ച് അതിൻ്റെ ഇപ്പോൾ പച്ചമണമെല്ലാം ഒന്ന് മാറി വന്നതിന് ശേഷം വേണം അതിലേക്ക് ഒരു 4 മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞെടുത്തത് കൂടി ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായി വഴന്ന് വരുന്നുണ്ട്. ഓവറായിട്ട് വഴന്ന് വരണ്ട, ഒരു മീഡിയം ഇതിൽ വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച മല്ലിച്ചപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച ഒരു ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞു വെച്ചത് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ചെറിയൊരു ക്യാരറ്റ് കൂടി ചെറുതായി അരിഞ്ഞെടുത്തത് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതെല്ലാം വെന്ത് വന്നതിന് ശേഷം വേണം നമുക്ക് അതിലേക്ക് മസാല എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. വെന്ത് വന്നിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മസാലേൻ്റെ എല്ലാം പച്ചമണം മാറി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് കട്ടൊന്നും ഇല്ലാത്ത വിധത്തിൽ വേണം കലക്കി എടുക്കാൻ വേണ്ടിയിട്ട്. നന്നായി ഒന്ന് കലങ്ങി വന്നതിന് ശേഷം വേണം അത് അങ്ങനെ തന്നെ എടുത്തിട്ട് നമ്മളെ മസാലയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ഒരു പച്ചമണമെല്ലാം മാറി വരുന്നത് വരെ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം വേണം അതിലേക്കൊരു 200 ഗ്രാം ബോയിൽ ചെയ്ത ചിക്കൻ മിക്സിയിൽ ക്രഷ് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഒരു 200 ഗ്രാം ഉരുളക്കിഴങ്ങ് നമ്മൾ നേരത്തെ പൊതിർത്തി വെച്ച ബ്രെഡും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഗോളാക്കി എടുത്തിട്ട് വേണം നമുക്കൊരു ചിക്കൻ റോളിൻ്റെ ഷേപ്പിലേക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ ആദ്യം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുവാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്തു വെക്കുക. അപ്പോൾ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ആദ്യം തന്നെ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇതേപോലെ എല്ലാം ഗോളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു മുട്ടേൻ്റെ ബാറ്റർ തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അതിനായി ഒരു 2 മുട്ട ഞാനൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ച് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം വേണം അതിലേക്ക് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ബാറ്ററിൻ്റെ അകത്തേക്ക് മുക്കിയെടുത്തിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇതേപോലെ ചെയ്തെടുക്കാം. ഈവനിങ് സ്നാക്സ് നമ്മൾ ഒരുപാട് വീഡിയോ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കണ്ടിട്ട് അതിൻ്റെയൊക്കെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലെ നമുക്കെല്ലാം കോട്ട് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് വേണം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുവാൻ വേണ്ടിയിട്ട്. ബ്രെഡ് ക്രംസിൽ നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. കട്ട്ലേറ്റ്, വെജിറ്റബിൾ കട്ട്ലേറ്റ്, അതുപോലുള്ള ഒരുപാട് സ്നാക്സുകൾ
അതിലൊരു 5 സ്നാക്സിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുകൂടി കണ്ടിട്ട് നിങ്ങൾ ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യുക. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് നല്ല ചൂടോട് കൂടി വേണം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരു ബ്രൗൺ കളറായി വരുന്നത് വരെ ഫ്രൈ ചെയ്തിട്ടെടുക്കുക. അപ്പോൾ നമ്മളെ ചിക്കൻ റോളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു നല്ല റെസിപ്പിയുമായി കാണും വരെ ഗുഡ് ബൈ.